2 രാജാക്കന്മാർ 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ആഹാബിന് ശമര്യയിൽ 70 പുത്രന്മാർ ഉണ്ടായിരുന്നു. യേഹു യിസ്രായേൽ പ്രഭുക്കന്മാർക്കും മൂപ്പന്മാർക്കും ആഹാബിന്റെ പുത്രപാലകന്മാർക്കും ശമര്യയിലേക്ക് എഴുത്തുകളെ എഴുതി അയച്ചത് എന്തെന്നാൽ, നിങ്ങളുടെ യജമാനന്റെ പുത്രന്മാരും രഥങ്ങളും കുതിരകളും ഉറപ്പുള്ള പട്ടണവും ആയുധങ്ങളും നിങ്ങളുടെ കൈവശമുണ്ടല്ലോ. ആകയാൽ ഈ എഴുത്ത് നിങ്ങളുടെ അടുക്കൽ എത്തിയ ഉടനെ നിങ്ങളുടെ യജമാനന്റെ പുത്രന്മാരിൽ ഉത്തമനും യോഗ്യനുമായവനെ നോക്കിയെടുത്ത് അവന്റെ അപ്പന്റെ സിംഹാസനത്തിൽ ഇരുത്തി നിങ്ങളുടെ യജമാനന്റെ ഗ്രഹത്തിനു വേണ്ടി യുദ്ധം ചെയ്യുവീൻ. അവരോ ഏറ്റവും ഭയപ്പെട്ടു. 2 രാജാക്കന്മാർക്കും അവനോട് എതിർത്തു നിൽപ്പാൻ കഴിഞ്ഞില്ലല്ലോ, പിന്നെ നാം എങ്ങനെ നിൽക്കും എന്ന് പറഞ്ഞു. ആകയാൽ രാജധാനി വിചാരകനും നഗരാധിപതിയും മൂപ്പന്മാരും പുത്രപാലകന്മാരും യേഹുവിന്റെ അടുക്കൽ ആളയച്ചു. ഞങ്ങൾ നിന്റെ ദാസന്മാർ, ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും ഞങ്ങൾ ചെയ്യാം. ഞങ്ങൾ ഒരുത്തിനെയും രാജാവാക്കുന്നില്ല. നിന്റെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളുക എന്ന് പറയിച്ചു. അവൻ രണ്ടാമതും എഴുത്തെഴുതിയത്, നിങ്ങൾ എന്റെ പക്ഷം ചേർന്ന് എന്റെ കൽപ്പന കേൾക്കുമെങ്കിൽ നിങ്ങളുടെ യജമാനന്റെ പുത്രന്മാരുടെ തല നാളെ ഈ നേരത്തെ ഇസ്രയേലിൽ എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. എന്നാൽ രാജകുമാരന്മാർ 70 പേരും തങ്ങളെ വളർത്തുന്ന നഗരപ്രധാനികളോടുകൂടെയായിരുന്നു. ഈ എഴുത്ത് അവരുടെ അടുക്കലെത്തിയപ്പോൾ അവർ രാജകുമാരന്മാരെ 70 പേരെയും പിടിച്ചു കൊന്നു അവരുടെ തല കൊട്ടയിലാക്കി ഇസ്രയേലിൽ അവന്റെ അടുക്കൽ കൊടുത്തയച്ചു. ഒരു ദൂതൻ വന്നു അവനോട്, അവർ രാജകുമാരന്മാരുടെ തല കൊണ്ടുവന്നിരിക്കുന്നുവെന്ന് അറിയിച്ചു. അവയെ പടിപ്പുര വാതിൽക്കൽ 2 കൂമ്പാരമായി കൂട്ടി രാവിലെ വരെ വെച്ചേക്കുവിൻ എന്നു അവൻ കൽപ്പിച്ചു. പിറ്റേന്നാൾ രാവിലെ അവൻ പുറത്തു ചെന്നു നിന്ന് സർവ്വജനത്തോടും പറഞ്ഞു തന്നാൽ, നിങ്ങൾ നീതിമാന്മാർ. ഞാനോ എന്റെ യജമാനു വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി അവനെ കൊന്നുകളഞ്ഞു. എന്നാൽ ഇവരെയൊക്കെയും കൊന്നത് ആർ? ആകയാൽ യഹോവ ആഹാബ് ഗ്രഹത്തെക്കുറിച്ചു അരുളിച്ചെയ്ത യഹോവയുടെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകയില്ല എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. യഹോവ തന്റെ ദാസനായ ഏലിയ മുഖാന്തരം അരുളിച്ചെയ്ത് നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. അങ്ങനെ യേഹു ഇസ്രയേലിൽ ആഹാബ് ഗ്രഹത്തിൽ ശേഷിച്ചവരെയൊക്കെയും അവന്റെ സകല മഹത്തുക്കളെയും ബന്ധുക്കളെയും പുരോഹിതന്മാരെയും ആരും ശേഷിക്കാതെ വണ്ണം സംഹരിച്ചു കളഞ്ഞു. പിന്നെ അവൻ പുറപ്പെട്ട് ശമര്യയിൽ ചെന്ന് വഴിയിൽ ഇടയന്മാർ രോമം കത്തിക്കുന്ന വീട്ടിനരികെ എത്തിയപ്പോൾ യേഹു യഹൂദ രാജാവായ അഹസ്യാവിന്റെ സഹോദരന്മാരെ കണ്ടിട്ട്, നിങ്ങൾ ആർ എന്ന് ചോദിച്ചു. ഞങ്ങൾ അഹസ്യാവിന്റെ സഹോദരന്മാർ, രാജാവിന്റെ മക്കളെയും രാജ്ഞിയുടെ മക്കളെയും അഭിവന്ദനം ചെയ്യുവാൻ പോകുകയാകുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ അവരെ ജീവനോടെ പിടിപ്പീനെന്ന് കൽപ്പിച്ചു. അവർ അവരെ ജീവനോടെ പിടിച്ചു. അവരെ 42 പേരെയും രോമം കത്തിരിക്കുന്ന വീട്ടിന്റെ കളത്തിങ്കൽ വെച്ച് കൊന്നു. അവരിൽ ഒരുത്തിനെയും ശേഷിപ്പിച്ചില്ല. അവൻ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ എതിരേൽപ്പാൻ വരുന്ന രേഖാബിന്റെ മകനായ യോനാദാബിനെ കണ്ടു വന്ദനം ചെയ്തു. അവനോട്, എന്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നതുപോലെ നിന്റെ ഹൃദയം പരമാർത്ഥമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് യോനാദാബ് അതെ എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ കൈ തരിക. അവൻ കൈ കൊടുത്തു. അവൻ അവനെ തന്റെ രഥത്തിൽ കയറ്റി, നീ എന്നോടുകൂടെ വന്ന് യഹോവയെക്കുറിച്ച് എനിക്കുള്ള ശുഷ്കാന്തി കാണുക എന്നു അവൻ പറഞ്ഞു. അങ്ങനെ അവനെ രഥത്തിൽ കയറ്റി അവർ ഓടിച്ചുപോയി. ശമര്യയിലെത്തിയപ്പോൾ അവൻ ശമര്യയിൽ ആഹാബിന് ശേഷിച്ചവരെയൊക്കെയും യഹോവ ഏലിയാവോട് അരുളിച്ചെയ്ത വചനപ്രകാരം ഒട്ടൊഴിയാതെ സംഹരിച്ചു കളഞ്ഞു. പിന്നെ യേഹു സകല ജനത്തെയും കൂട്ടി അവരോട്, ആഹാബ് ബാലിനെ അല്പമേ സേവിച്ചുള്ളൂ, യേഹുവോ അവനെ അധികം സേവിക്കും. ആകയാൽ ബാലിന്റെ സകല പ്രവാചകന്മാരെയും സകല പൂജകന്മാരെയും സകല പുരോഹിതന്മാരെയും എന്റെ അടുക്കൽ വരുത്തുവീൻ. ഒരുത്തനും വരാതിരിക്കരുത്. ഞാൻ ബാലിനൊരു മഹായാഗം കഴിപ്പാൻ പോകുന്നു. വരാത്തവർ ആരും ജീവനോടിരിക്കയില്ല എന്ന് കൽപ്പിച്ചു. എന്നാൽ ബാലിന്റെ പൂജകന്മാരെ നശിപ്പിക്കത്തക്കവണ്ണം യേഹു ഈ ഉപായം പ്രയോഗിച്ചു. ബാലിനു ഒരു വിശുദ്ധ സഭായോഗം ഘോഷിപ്പീനെന്ന് യേഹു കൽപ്പിച്ചു. അവർ അങ്ങനെ ഘോഷിച്ചു. യേഹു ഇസ്രായേൽ ദേശത്ത് എല്ലായിടവും ആളയച്ചതുകൊണ്ട് ബാലിന്റെ സകല പൂജകന്മാരും വന്നു, ഒരുത്തനും വരാതിരുന്നില്ല. അവർ ബാലിന്റെ ക്ഷേത്രത്തിൽ കൂടി. ബാൽ ക്ഷേത്രം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തിങ്ങി നിറഞ്ഞു. അവൻ വസ്ത്രവിചാരകനോട് ബാലിന്റെ സകല പൂജകന്മാർക്കും വസ്ത്രം കൊണ്ടുവന്ന് കൊടുക്ക എന്ന് കൽപ്പിച്ചു. അവൻ വസ്ത്രം കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ യേഹുവും രേഖാബിന്റെ മകനായ യോനാദാബും ബാലിന്റെ ക്ഷേത്രത്തിൽ കടന്നു ബാലിന്റെ പൂജകന്മാരോട്, ബാലിന്റെ പൂജകന്മാർ മാത്രമല്ലാതെ യഹോവയുടെ പൂജകന്മാർ ആരും ഇവിടെ നിങ്ങളോടുകൂടെ ഇല്ലാതിരിക്കേണ്ടതിന് തിരിഞ്ഞു നോക്കുവീൻ എന്ന് കൽപ്പിച്ചു. അവർ ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളും കഴിപ്പാൻ അകത്തു ചെന്ന ശേഷം യേഹു പുറത്ത് 80 പേരെ നിർത്തി, ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന ആളുകളിൽ ഒരുത്തൻ ചാടിപ്പോയാൽ അവന്റെ ജീവന് പകരം
അവനെ വിട്ടയച്ചവന്റെ ജീവനായിരിക്കുമെന്ന് കൽപ്പിച്ചു. ഹോമയാഗം കഴിച്ചു തീർന്നപ്പോൾ യേഹു അകമ്പടികളോടും പടനായകന്മാരോടും അകത്തു കടന്നു അവരെ കൊല്ലുവീൻ, ഒരുത്തനും പുറത്തു പോകരുതെന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ വാളിന്റെ വായ്ത്തലയാൽ അവരെ കൊന്നു. അകമ്പടികളും പടനായകന്മാരും അവരെ പുറത്ത് എറിഞ്ഞുകളഞ്ഞു. ബാൽക്ഷേത്രത്തിന്റെ നഗരത്തിൽ ചെന്നു ബാൽക്ഷേത്രത്തിലെ സ്തംഭവിഗ്രഹങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ചുട്ടുകളഞ്ഞു. അവർ ബാൽസ്തംഭത്തെ തകർത്തു, ബാൽക്ഷേത്രത്തെ ഇടിച്ചു, അതിനെ മറപ്പുരയാക്കി തീർത്തു. ഇത് ഇന്നുവരെ അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇങ്ങനെ യേഹു ബാലിനെ ഇസ്രയേലിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു. എങ്കിലും ബേഥേലിലും ദാനിലും ഉണ്ടായിരുന്ന പൊൻകാളക്കുട്ടികളെ കൊണ്ട് ഇസ്രയേലിനെ പാപം ചെയ്യുമാറാക്കിയ നേബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളെ യേഹു വിട്ടുമാറിയില്ല. യഹോവ യേഹുവിനോട് എനിക്കിഷ്ടമുള്ളത് നീ നല്ലവണ്ണം അനുഷ്ഠിച്ചതുകൊണ്ടും എന്റെ ഹിതപ്രകാരമൊക്കെയും ആഹാബ് ഗ്രഹത്തോട് ചെയ്തതുകൊണ്ടും നിന്റെ പുത്രന്മാർ ഇസ്രയേലിന്റെ രാജാസനത്തിൽ 4-ാം തലമുറ വരെ ഇരിക്കുമെന്ന് അരുളി ചെയ്തു. എങ്കിൽ യേഹു ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണപ്രകാരം പൂർണ്ണ മനസ്സോടെ നടക്കുന്നതിന് ജാഗ്രത കാണിച്ചില്ല. ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച യൊരോബെയാമിന്റെ പാപങ്ങളെ അവൻ വിട്ടുമാറിയതുമില്ല. ആ കാലത്ത് യഹോവ ഇസ്രയേലിനെ കുറച്ചു കളവാൻ തുടങ്ങി. ഹസായേൽ ഇസ്രയേലിന്റെ അതിരുകളിലൊക്കെയും അവരെ തോൽപ്പിച്ചു. അവൻ യോർദാന് കിഴക്ക് ഗാദ്യർ, രൂബേന്യർ, മനശ്ശേയർ എന്നിവരുടെ ദേശമായ ഗിലെയാദ് മുഴുവനും ജയിച്ചടക്കി. അർന്നോൻ തോട്ടിനരികെയുള്ള അരോവേർ മുതൽ ഗിലെയാദും ബാശാനും തന്നെ. യേഹുവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവന്റെ സകല പരാക്രമ പ്രവൃത്തികളും ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യേഹു തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ ശമര്യയിൽ അടക്കം ചെയ്തു. അവന്റെ മകനായ യഹോവാഹാസ് അവന് പകരം രാജാവായി. യേഹു ശമര്യയിൽ ഇസ്രയേലിന് വാണകാലം 28 സംവത്സരമായിരുന്നു.